കരയില്ല സ്നേഹം പകുത്തു തന്നു അലകടലോളം. നബിയോരെ കിസ്സ പറഞ്ഞു രാവിൽ ഉറങ്ങോളം. ഉണരുമ്പോൾ മുത്തം തന്നു കവിളിൽ മതി വരുവോളം. ഓത്തിനായി പറഞ്ഞയച്ചു കാത്തു ഞാൻ അണയോളം. ആ കാലം ഇനി വരുമോ, വിധി എന്നില്ലേകിടുമോ, ഉമ്മാക്കൊരു തണലാവാൻ നാഥാ നീ തുണ തരുമോ. ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. മാറത്തു ചേർത്തു കിടത്തി മധുരം പകർന്നില്ലേ, അമ്മിന്ന പാലിൻ മധുരം ഇന്നും ഒരു തുണയല്ലേ. അല്ലയാ ഉണ്ടാതിരിക്കി, അപ്പൊ പാടുന്ന കേട്ടില്ലേ? എന്നാ ഐബൂനൊരു പാട്ട് പാടി കൊടുത്താ. കാക്കേ കാക്കേ കൂട്ടിനകത്ത് കുഞ്ഞിന് തീറ്റ, അയ്യോ കാക്കേ കണ്ണനുണ്ണിയാണ് കൊച്ചു തുമ്പിയാണ്. എന്താ ഉള്ളത്? എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ പറയും? ഒരുപാട് ആൾക്കാർ അലേഹനെ സംസാരിപ്പിക്കാൻ പറഞ്ഞിരുന്നു ഗൈസ്. അലേഹ എന്താ വെച്ചാൽ അലേഹൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കുറേ കുട്ടികളുടെ ഇടയിൽ കൂടെ നടക്കുകയാണെങ്കിൽ കുട്ടി വേഗം സംസാരിക്കാൻ മതി കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓള ഭാഷയാണ്. പിന്നെ കാർട്ടൂൺ പണ്ട് കാണിച്ചു കൊടുക്കലുണ്ട്, ഇപ്പൊ കാണിച്ചു കൊടുക്കലില്ല. അതുകൊണ്ട് പൈല പാട്ട് ഓർമ്മിച്ച് പാടില്ല. ജോണി ജോണി ഈറ്റിൻ ഷുഗർ ഓപ്പൺ യുവർ മൗത്ത്. കാക്കേ കാക്കേ കൂട്ടിനകത്ത് കുഞ്ഞിന് തീറ്റ, അയ്യോ കാക്കേ. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച ഞാൻ എൻ്റെ വെയ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം ഗൈസ് 78 കിലോ ആണ് ഇപ്പം എൻ്റെ തൂക്കമുള്ളത്. നമ്മളെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതിനു വേണ്ടി നമുക്ക് എന്താക്കണം, കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം. ഇപ്പം തന്നെ നിങ്ങളൊന്ന് പറയും, എൻ്റെ ഫിറ്റ് ഇപ്പോൾ കറക്റ്റായില്ലേ, എല്ലാ തടിയൊക്കെ പോയി. പക്ഷെ മോക്കൊക്കെ പോയിട്ട് ഷുഗർ പിടിച്ച പോലെ എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. എന്തായാലും നല്ല അസുഖം കുറേ മാറിക്കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചത് വെറും ജിമ്മിന് പോയിട്ടും ഡയറ്റ് എടുത്തിട്ടും മാത്രമല്ല, അതിൽ കുറച്ച് കാര്യങ്ങളും പാടുണ്ട്. അത് ഹെൽത്തി ആയിട്ട് കുറച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഞാനൊരു എന്താ പറയുക, അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും അറിയിക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ അടുക്കളയിൽ ഉമ്മ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനാണ്. ഇവർക്ക് ഞാൻ നല്ല മത്തിയും അതേമാതിരി മാന്തളൊക്കെ കൊടുത്തിട്ടിരിക്കണേ. എനിക്കത് ഇന്നൊരു ദിവസത്തിനുള്ള ചെമ്മീനാണ്. ഒരു ദിവസം മതിയോ? ആ, ഒരു ദിവസത്തിന് 2 ദിവസത്തിനാക്കി. അരക്കിലോ ചെമ്മീനല്ലേ അല്ലേ നിൽക്കണോക്ക. കണ്ണാടി എവിടെ? ഓക്കെ, നമുക്ക് ഉമ്മനോട് വെച്ചേക്കാം. എൻ്റെ തടി കുറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? രസം കൂടിയെടുക്കണോ രസം പൊയ്ക്കണോ? രസം പൊയ്ക്കുക. നിങ്ങൾക്ക് തടിക്കണോ ഇഷ്ടം? ഞാൻ തടിക്കണ അത്രയും മക്കളെ ഇഷ്ടം. ഞാനൊന്ന് തടിയൊക്കെ കുറച്ചൊന്ന് സെറ്റാക്കിയപ്പോൾ ഷുഗർ പിടിച്ച പോലെ നമ്മളൊന്ന് ആറ്റുനോറ്റ് എന്താ പറയുക, കഷ്ടപ്പെട്ട് ഇടങ്ങേറായി എന്താ തടിയൊക്കെ ഒന്ന് കുറച്ച് വന്നപ്പോൾ പറയാം ഷുഗർ പിടിച്ച പോലെ ആയി. ഇതിലും വലിയ പരാജയം നമുക്ക് വേറെ എന്താ? നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നല്ലേ വിചാരിക്കുക. ഇത് കുറേ ആൾക്കാർ പറയും നോക്കലെ തടി പോയിട്ട് നന്നായിക്കണു പറയും. കുറേ ആൾക്കാർ പറയും അനക്ക് ആദ്യത്തെ തടി തന്നെയാണ്. കുറേ ആൾക്കാർ പറയും മുഖമൊക്കെ ചുങ്ങി എന്തോ അവസ്ഥ അയക്കണേ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിനെന്ത് മനസ്സിലാക്കുക, എന്തിനും നല്ലതും പറയും അല്ലാത്തതും പറയും. ഇതൊക്കെ പിന്നെ ഓരോരുത്തരും ഒപ്പീനിയനാണ് കേട്ടോ. കാരണം ചിലപ്പോൾ അങ്ങനെ കാണുന്നതാണ് നമ്മളിഷ്ടം ഉണ്ടാവുക. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യനില ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് എല്ലാം കൊണ്ട് ഞാൻ ഓക്കെയാണ്. എൻ്റെ ബ്രീത്തായാലും എൻ്റെ ഉറക്കമായാലും പിന്നെ എന്താ ബിസിനസ്സിലുള്ള മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിലും ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഓക്കെയാണ്. ഇത് എനിക്ക് ഡിസംബർ അല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ ഉണ്ടാകുമെന്ന് പറയുമോ? നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്നുണ്ടാവും, നമ്മുടെ ഫാമിലിയിൽ നിന്നുണ്ടാവും,
ഭാര്യയുടെ അടുത്ത് നിന്നുണ്ടാവും, ഉമ്മൻ്റെ അടുത്ത് നിന്നുണ്ടാവും, ഇന്ത്യ അടുത്തുണ്ടായിട്ട് നിങ്ങൾക്ക് പ്രഷർ പെങ്ങളുടെ അടുത്ത് നിന്നുണ്ടാവും, മക്കളുടെ അടുത്ത് നിന്നുണ്ടാവും, നാട്ടുകാരുടെ അടുത്ത് നിന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും. നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടോ വാഷ് ബേസിൽ വീണ സാധനം എനിക്ക് ഇന്നെ തിന്നാൻ തരല്ലേ, കഴുകിയിട്ട് എടുക്കണം. കഴുകിയിട്ട് എടുക്കണേ. ഇപ്പൊ കണ്ടില്ല തണ്ണിമത്തം തിന്നിട്ട് 4 ആൾക്കാർ മരിച്ചേ. എങ്ങനെ എന്താ അറിയില്ല, ഒരു കുട്ടി അടക്കം 4 ആൾക്കാർ മരിച്ചിക്കണേ. നിങ്ങളാണ് ഈ തണ്ണിമത്തനൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടാ തണ്ണിമത്തനൊക്കെ മുറിച്ച് അപ്പം തിന്നണം. 4 ദിവസം എടുത്തു വെക്കൊന്നും ചെയ്യരുത്. അതിന്റെ മുകളിൽ പെട്ടെന്ന് ബാക്ടീരിയ വരല് കണ്ടിട്ടില്ലേ? ഇന്ന് ഇന്നലെ പല്ല് റെഡിയാക്കുമ്പോ ഉച്ചക്ക് ഉമ്മാക്ക് പല്ലിന് പോകാൻ പറ്റില്ല. രാവിലെ അങ്ങോട്ട് പോകണം ഗൈസ്. അപ്പം ഇന്ന് എന്തായാലും ലീവാണ്, നാളെ പോവാ. നാളെ ഇന്ന് ഇതാണ് ഹർത്താലല്ലേ. ഓക്കെ, അങ്ങനെ ഇവിടെ മീൻ പൊരിക്കണുണ്ട്. മത്തി, ഇത് മത്തിൻ്റെ ഒപ്പം മാന്തളം ഇട്ടുക്കണോ? ഇത് ചാറ് വെച്ചതിന്റെ ബാക്കി മത്തിയാ? ഇത്രേ ഉള്ളൂ. കറിക്ക് 3 മത്തി, ചെമ്മീന്, മാന്തള് ഈ ഭക്ഷണത്തിന്റെ ഒക്കെ നമുക്ക് ചിലപ്പോ പറ്റാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, ഭക്ഷണങ്ങള് ഇപ്പൊ തായറിന് മീൻ നിർത്തിയപ്പോ ഓന്റെ മുഖത്ത് കുരു പോയി. ചിലവർക്ക് അങ്ങനെ ഉണ്ട്, ചില ഫുഡ് പറ്റൂല. അപ്പൊ ചിലവര് ബീഫ് കഴിച്ചാ ഓലെ മേത്തൊക്കെ എന്താവും. അങ്ങനെ ആർക്കും പ്രശ്നമുണ്ടമ്മ? എനിക്ക് വേറെന്തോ കഴിക്കുമ്പോ ആർക്കും മേത്ത് കൂടെ ഉണല് പൊന്തലില്ലേ? അതെന്താ? അത് എന്തായാലും നായ്ക്കുറന്റെ മേത്ത് തട്ടി ആർക്കായാലും പൊന്തോ. അല്ലാതെ എനിക്ക് വരലുണ്ട് ഗൈസ്. ചിലവർക്ക് അങ്ങനെ സ്കിൻ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അലാന, ഈ കുട്ടി എന്താ ചെറിക്കാത്ത? എന്താ ഈ കുട്ടി ചെറിക്കാത്ത? ഒക്കെ പഠിപ്പിച്ചു കൊടുത്തോളി. കൂടാണ് മക്കളെ. നമ്മളിനി AC ഇല്ലാതെ ഒന്നും ഇരിക്കാൻ പറ്റൂല കേട്ടോ. ഇനി കറണ്ട് ബില്ലൊക്കെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. AC ഒക്കെ ഇട്ടിട്ട് അവനാന്റെ തടി നോക്കിക്കോളി. ഇല്ലാത്തവരിപ്പോ എന്താ പറയാ, ഒന്നും ചെയ്യാല്ല. വല്ല ATM-ലോ ബാങ്കിലൊക്കെ പോയി നിൽക്കുക. അല്ലാപ്പൊ എന്താ? എങ്ങനെ ആൾക്കാരൊക്കെ ചൂടുകൊണ്ട് പൊള്ളിയിട്ടും, ഓരോ കാലത്ത് കനത്ത മഴ അല്ലെങ്കിൽ കനത്ത ചൂട്, എങ്ങോട്ടാണ് ഇവരൊക്കെ കാലത്തൊക്കെ എത്തുമ്പോഴേക്കും ചൂട്ടെടുത്തിട്ട് മണ്ടും അല്ലേ? ഈ പെരയിലൊക്കെ നമുക്ക് സെൻട്രലൈസ് വെക്കേണ്ടി വരും ഗൈസ്. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ ഒന്നാമത് കേരളത്തിൽ പാലക്കാടാണ് കൂടുതൽ ചൂട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് പാലക്കാടിലെ ചൂടും മലപ്പുറത്തിലെ ചൂടൊക്കെ നമുക്ക് നമ്മുടെ നടുവിലുള്ളത്. നല്ല ചൂടാണ് നമുക്ക്. കാരണം ഇല്ല, നമ്മുടെ 4 പുറം മലയാണ്. ആ മല ഇങ്ങോട്ട് പൊള്ളിയ ഇവിടെ അങ്ങോട്ട് നിൽക്കാൻ പറ്റൂല അല്ലേ? അത്രയും ചൂട്. കാരണം നമ്മളെ സംരക്ഷിക്കണതും ആ മലയാണ്. നിക്കാൻ കഴിയില്ല. നമ്മളെ മുമ്പിൽ ആ കല്ല് പതിച്ച് കഴിയുമ്പോ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് നിക്കാൻ കഴിയില്ല. അത്രയും ചൂടാണ്. വേറെ വിശേഷങ്ങളൊക്കെ ഇതാണ്. പിന്നെ മെയിനായിട്ട് കൂടുതൽ പറയാനൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലും ചൂടും പാമ്പും, പുറത്തിറങ്ങിയ ചൂടും അകത്ത് കയറിയ പാമ്പുമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ആളുകളുടെ അവസ്ഥ. മൊബൈൽ തുറന്നാലും ഇതാണ്. ഒന്നില്ലെങ്കിൽ സൂര്യാഘാതം ഏറ്റി പൊള്ളി, അല്ലെങ്കിൽ ചൂടുകൊണ്ട് എന്താണ് മറ്റാത്തത്. ഇനി പെരയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കക്കൂസിൽ പാമ്പ്, ക്ലോസറ്റിൽ പാമ്പ്, വേഴ്സിൻ്റെ ഉള്ളിൽ പാമ്പ്, കട്ടിലിൻ്റെ ഉള്ളിൽ പാമ്പ്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലടക്കം പാമ്പാണ്. അപ്പോൾ കേരളത്തിൽ പാമ്പ് കടിയേറ്റ മരണങ്ങളും കൂടി വരികയാണ്. എവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കുക. എല്ലായിടത്തും പാമ്പാണ്. ഒക്കെ ഇരിക്കുമ്പോൾ ഒന്ന് നോക്കുക. പിന്നെ ഷൂ ഒക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ബിറ്റ് എന്താ വെച്ചാൽ ഓലെ ചൂട് കാരനാണ്. ഓൽക്ക് തന്നെ പുറത്ത് കൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തപ്പോ പെരയുടെ ഔത്തു കൂടെയാണ് ഓല്. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടാണ്. നിങ്ങളോട് പറയാനുള്ള എനിക്ക് അതാണ്. റൂമിക്ക് എന്നല്ല, പെരയുടെ ഉള്ളിൽ കുറച്ച് ദിവസം കയറുമ്പോ തന്നെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആ പെരയുടെ മുകളിൽ എന്താണ് മരങ്ങൾ ചാഞ്ഞ് നിൽക്കൊണ്ട് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ. ഒച്ച കേൾക്കുന്നുണ്ട്. ഈ 4 മാങ്ങ തവണ പെറുക്കി വന്നിട്ടുണ്ട്. ഈ 4 മാങ്ങക്ക് വെറുതെ പണി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കണം എപ്പോഴും. അതായത് ഗൈസ്, നമ്മളവിടെയൊക്കെ 4 പുറം മൂച്ച് ഈ പാമ്പുകൾ മരത്തുമ്മ കൂടെ കയറി നേരെ ഓട്ട് കയറി ഓട്ടുന്ന, അല്ലെങ്കിൽ വല്ല ബാത്റൂമിലോ അല്ലെങ്കിൽ കട്ടിൻ്റെ ഓട്ടിലോ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരാന്ത പാമ്പിന് എഴഞ്ഞു പോകാൻ ഭയങ്കര സുഖമാണ്. ടൈൽസിലാണെങ്കിൽ തന്നെ അത്ര തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവിടെ ഓരോ വരപ്പുള്ളതുകൊണ്ട് നല്ല സുഖമാണ്. മേത്തുക്കൊക്കെ ചാടിയ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. പെരയുടെ 4 പുറമുള്ള മരങ്ങളുടെ കൊമ്പുകളൊക്കെ പെരേമെന്ന് ഒഴിഞ്ഞിട്ട് 2 മീറ്ററൊക്കെ ഒഴിഞ്ഞ് വെച്ചോളൂ.
ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കിടക്കുക. വട്ടത്തിൽ നടക്കും. ഞാൻ എന്താ ഞാൻ ഇതിപ്പോഴും ഈ പറഞ്ഞ മാതിരിയാണ്. ഉണ്ടെങ്കിൽ ഒക്കെ അവനാ ചെയ്യും. വാശിന്ന് ഞാൻ പിടിച്ച കുമ്പുമ്മ മാങ്ങാന്ന് പറഞ്ഞ മാതിരിയാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ചിലത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ ഗായ്സ്, അപ്പൊ എല്ലാവരോടും പറയാണ്, വീടിന്റെ 4 പുറ കൊമ്പളൊക്കെ ഒന്ന് കട്ടി വെച്ചു. എന്ത് ലൈറ്റ് ഇട്ടാലും പാമ്പ് എവിടെ കിടക്കണമെന്നൊന്നും ആർക്കും പറയാനോ നിശ്ചയിക്കാനോ പറ്റില്ല. നിങ്ങൾ മോൾക്ക് വെക്കോ? അങ്ങനെ മോൾക്ക് ചാടി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാല്ല. പിന്നെ പാമ്പ് കടിച്ചിട്ടൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് പറയല്ല കേട്ടോ, ആരോ പറയുന്ന കേൾക്കാം, 2-3 ദിവസം കഴിഞ്ഞിട്ട് അത്ര നമ്മളെ മേക്കുന്ന ജീവൻ പോവാ, ബ്രെയിൻ ഡെത്ത് ആവുള്ളൂ. അപ്പോൾ എന്താ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കും. ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ഒക്കെ ശ്രദ്ധിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ കുട്ടിയൊക്കെ നോക്കിയൊക്കെ വേർത്തിട്ടാണ് ആ ചൂടെടുക്കണത്. അതിനൊന്നും അവിടെ കൊണ്ടുപോയി AC യിലെത്തിക്കാം, ഒലിച്ചിരിക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫായി ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ചോറ് വേണ്ടേ? വെച്ചിട്ടില്ല.